T20 ലോകകപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ഏറ്റവും അധികം ചർച്ചയാകുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ടീം നമുക്കറിയാം. ഇപ്പോൾ സമീപകാലത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഏഷ്യ കപ്പിൽ ഉൾപ്പെടെ. അതിനു മുമ്പ് ചാമ്പ്യൻസ് ട്രോഫി, അതെ ചാമ്പ്യൻസ് ട്രോഫി സമയം മുതൽ തുടങ്ങിയത് മുതൽ ഹൈബ്രിഡ് മോഡലും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷെ ഇപ്പൊ നിലവിൽ പാകിസ്ഥാൻ ലോകകപ്പ് ബഹിഷ്കരിക്കും എന്ന തരത്തിലേക്ക് ചർച്ചകൾ നടത്തിയിട്ട് അവസാനം ഇന്ത്യക്കെതിരെയുള്ള ഒരു മത്സരം ബഹിഷ്കരിക്കുമെന്ന രീതിയിലാണ് ആ രീതിയിലുള്ള ഒരു പ്രസ്താവനയൊക്കെയാണ് പുറത്തു വരുന്നത്. ഇതിൽ PCB ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തുന്നതിന് വേണ്ടിയിട്ട് ICC കാത്തിരിക്കുകയാണ്. കാരണം അതനുസരിച്ചിട്ട് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ICC കാത്തിരിക്കുന്നത്. ഇന്ത്യക്കെതിരെയുള്ള ഒരു മത്സരം ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് നിലവിലെ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച് വലിയൊരു അപമാനം തന്നെയാണ്. കാരണം അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ വളരെ ഹീറോയിക് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും സമീപകാലത്ത് ഇന്ത്യക്കെതിരെയുള്ള മോശം പ്രകടനങ്ങൾ, ഏഷ്യ കപ്പിലെ തുടർച്ചയായ 3 തോൽവികൾ, അപ്പൊ അതിൽ നിന്ന് ഒക്കെ ഒരു തരത്തിലും കരകയറാൻ പറ്റാത്ത പാകിസ്ഥാൻ ടീം ഇന്ത്യയോട് മത്സരിക്കാൻ പോലും പേടിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഇതിനകത്ത് അങ്ങനെ പ്രതിഷേധമാണെങ്കിൽ ലോകകപ്പിൽ നിന്ന് തന്നെ അവർക്ക് പിന്മാറാം. പ്രത്യേകിച്ച് ബംഗ്ലാദേശിന്റെ വേദി മാറ്റി നൽകിയില്ല എന്നതാണല്ലോ വിഷയം. അതാണ് അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ബംഗ്ലാദേശിന് വേദി മാറ്റി നൽകിയില്ല എന്നതാണ് ബംഗ്ലാദേശിന്റെ പ്രശ്നമെങ്കിൽ ഈ പാകിസ്ഥാൻ അതിന്റെ പ്രശ്നം എന്താണ് അതിന്റെ ഇടയിൽ നിന്നുള്ളതാണ് ചോദ്യം ഉയർന്നു വരുന്നത്. ഒരുപക്ഷെ ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിട്ടോ ഞങ്ങൾക്ക് പിന്തുണ തരണം എന്ന് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. പാകിസ്ഥാൻ ഇവിടെ സ്വയം ഒരു ഡ്രാമ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടാണെങ്കിൽ അവർക്ക് പല വഴികളുണ്ട്. അവരുടെ ആദ്യ മത്സരത്തിന് മുമ്പായാലും മത്സരത്തിന് ICC-യോടാണല്ലോ പ്രതിഷേധിക്കുന്നത്. ICC ആണ് ബംഗ്ലാദേശിനോട് പിന്നെ ഇവിടെ ഇല്ലെങ്കിൽ കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ടൂറിൽ നിന്ന് പുറത്താക്കിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർ പുറത്തു പോയതാണ്. അപ്പോൾ ICC ആണ് അവരെ ഉൾപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ പിന്നാലെ പോയില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മത്സരത്തിന് മുന്നിൽ അല്ലെങ്കിൽ മത്സരത്തിന് ശേഷം കറുത്താൻപാണ്ട് തിരിച്ചു വരുന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ എന്തെങ്കിലും പ്രതിഷേധിക്കുന്നത് അതൊക്കെയാണ്. അത് ഇന്ത്യയോട് പ്രതിഷേധിക്കുന്ന BCCI അല്ലല്ലോ ഇത് പുറത്താക്കിയത്. BCCയും ശ്രീലങ്കയും ഇന്ത്യയും ശ്രീലങ്കയുമാണ് ആദ്യത്തെ ഭാഗുന്നത്. അങ്ങനെയാണെങ്കിൽ ശ്രീലങ്കയോട് ഈ പറഞ്ഞ സ്ഥാനത്തിലാകുമ്പോൾ എങ്ങനെയാണ് ഏത് ടീമിനോടാണ് കാണിക്കേണ്ടത് പറയല്ലോ, ടീമിനോടല്ലോ ICC-യോടാണ് കാണിക്കുന്നത്. ആ ഈവെന്റ് കാണിക്കാം. വേണമെങ്കിൽ അവർക്ക് ജയിച്ച് കപ്പ് മേടിക്കാണ്ട് പോവാം, ലോകകപ്പ് വെച്ചിട്ട് കപ്പ് മേടിക്കാണ്ട് പോയി പാകിസ്ഥാൻ ടീമിന് അല്ല അങ്ങനെയൊക്കെ പറയാം. അതല്ലാണ്ട് ഇന്ത്യയോട് പ്രതിഷേധിക്കുന്നതിനാണ് ഇപ്പൊ ICC-യുടെ ചെയർമാൻ ജയ്ഷെ കൊണ്ടാണോ? അത് അങ്ങനെ ചിന്തിക്കാം. ജയ്ഷയുടെ അച്ഛൻ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണെന്ന് പറഞ്ഞിട്ടാണ്, നഖ്വിയാണല്ലോ അവിടുത്തെ ആഭ്യന്തരമന്ത്രി, അങ്ങനെ കാണുന്നവരല്ല. പക്ഷെ അത് രണ്ടാണ്. യാതൊരു ഈ ബോർഡുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിലിപ്പം ഇന്ത്യക്ക് യാതൊരു ഇതും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന് BCCIക്ക് യാതൊരു റോളും ഇല്ല ഈ വിഷയത്തിൽ. ബംഗ്ലാദേശിനോടും ഇല്ല, പാകിസ്ഥാനോടും ഇല്ല. നമ്മൾ കളിക്കാൻ റെഡിയാണ്. ഹാൻഡ് ഷേക്ക് ഇതിപ്പം പറഞ്ഞു വന്നത് മറ്റേതാണ്. ഒന്ന് നമുക്ക് കപ്പ് തരാണ്ട് പിന്നെ ഒളിച്ചോടി പോയ നഖ്വി അവരുടെ ടീമിനെ തോൽപ്പിച്ചാണല്ലോ ആ മത്സരം. അവിടെ നമ്മൾ 3 പ്രാവശ്യം തോൽപ്പിച്ചിരുന്നു ഏഷ്യ കപ്പിൽ. 3 പ്രാവശ്യം തോൽപ്പിച്ചു, ചാമ്പ്യൻസ് ട്രോഫിയിലും തോൽപ്പിച്ചു. ആ തുടർ തോൽവികൾ നാണക്കേട്. ഈ മറ്റേ പിച്ചിന് മറ്റേ ഇതൊക്കെ പറഞ്ഞ് മത്സരത്തിന് മുമ്പ് പലതും പറഞ്ഞല്ലോ. മറ്റേ റോക്കറ്റ് കൂടുന്ന ഗ്രൗണ്ടിൽ കണ്ടു, അങ്ങനെ പല വിവാദങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ വിവാദങ്ങളെല്ലാം കത്തിച്ച് കളത്തിലേക്ക് വരും. കളത്തിൽ ഇന്ത്യയുടെ മുമ്പിൽ തകർന്നടിച്ച് തോറ്റോടിപ്പോവും. ആ തോറ്റോടിപ്പോകൽ അതിപ്പോൾ ലോകകപ്പിൽ ഫസ്റ്റിനെ വന്നിട്ട് ഇപ്പം 15 മത്സരം നടക്കേണ്ടത് കൊള്ളുന്നത്. അപ്പോൾ ആ മത്സരത്തിൽ വീണ്ടും തോറ്റോടാൻ വേണ്ടി മടിച്ചിട്ട് മാത്രം എടുക്കുന്ന നടവായിട്ട് വന്നു. അല്ലെങ്കിൽ ഇത് എന്തിനാണ് ഇന്ത്യയോട് എന്നതാണ് ചോദ്യം. അല്ല, അങ്ങനെ നിങ്ങൾ പറയുമ്പോഴേ ഇപ്പൊ നമ്മളൊരു അങ്ങനെ ഒരു വാദം ഉന്നയിക്കുകയാണ്. അതായത് ഇന്ത്യക്കെതിരെ മത്സരിക്കാൻ പേടിയായതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സമീപകാലത്തെ കണക്കുകളും അല്ലെങ്കിൽ മറ്റുള്ള സാഹചര്യങ്ങളും നോക്കുമ്പോൾ അത് തന്നെയാണ്. അതിലേറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത് ഏഷ്യ കപ്പിലെ ഒരു ട്രോമ പാകിസ്ഥാന് തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഇന്ത്യൻ ടീമിന്റെ ഒരു കരുത്ത് നമ്മൾ 3 മത്സരങ്ങളിലും ഇന്ത്യക്കെതിരെ പരാജയപ്പെടുക എന്നൊരു സാഹചര്യം. അപ്പൊ ആ ഒരു ഏഷ്യ കപ്പ് ട്രോമ അവർക്കുണ്ട് തീർച്ചയായിട്ടും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സാധാരണയൊക്കെ കണ്ടിട്ടുള്ളത് ഈ ക്രിക്കറ്റിന്റെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് അതുമായിട്ട് മുന്നോട്ട് പോകുന്നൊക്കെ ടീമുകൾ സാധാരണ ചെയ്തിട്ടുള്ളത് അടുത്ത ഈ ഒരു ലോകകപ്പ് പോലെ ഒരു വേദിയിൽ ഞങ്ങൾ എങ്ങനെയും അവർക്കെതിരെ ഒരു റിവെഞ്ച് എടുക്കാൻ ശ്രമിക്കും എന്നുള്ള രീതിയിലാണ്. എന്നിട്ട് തോറ്റാലും തോറ്റു പോട്ടെ എന്ന് വിചാരിക്കണം. പക്ഷെ ഇത് കളിക്കാൻ പോലും ഇല്ല, ഞങ്ങൾ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതും പാകിസ്ഥാന് വേണ്ടി മാത്രം ഈ മത്സരം ശ്രീലങ്കയിലേക്ക് മാറ്റിവെക്കും. അപ്പൊ നോക്ക്, ഈ മത്സരം സപ്പോസ് ഇത് ശ്രീലങ്കയിൽ ഈ പാകിസ്ഥാൻ ഉപേക്ഷിക്കുകയാണെങ്കിൽ പോലും ഇന്ത്യക്ക് ഇവിടുന്ന് കഷ്ടപ്പെട്ട് ശ്രീലങ്കയിലേക്ക് യാത്ര ചെയ്യേണ്ടി വരും. കാരണം യാത്ര ചെയ്തിട്ട് ആ മൈതാനത്ത് എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇന്ത്യക്ക് 2 പോയിന്റും കിട്ടുള്ളൂ എന്നുള്ള ഒരു ഭയങ്കര വലിയ പ്രതികാരമായി പോയി. ഈ മത്സരങ്ങളുടെ ഇടയിൽ ഇന്ത്യൻ താരങ്ങൾക്ക് ശ്രീലങ്കയിൽ ഒരു ചെറിയ ടൂർ പോയി വരാൻ നമുക്ക് ആദ്യം US-നോട് നെതർലൻഡ്സിനോട് മത്സരമുള്ളത്. അപ്പം ആസ്വദിക്കാൻ വേണ്ടി പറ്റും. ഞാൻ കാണുന്ന മറ്റേതാണ് ഇന്ത്യക്ക് ഇപ്പം 2 ഈ പറഞ്ഞ ഗ്രൂപ്പ് ആദ്യ ഗ്രൂപ്പിലെ മത്സരങ്ങളെല്ലാം നിസ്സാരമായിട്ട് വരുന്ന മത്സരമാണ്. അതിന് വെച്ച് പാകിസ്ഥാനെതിരെ പോയിന്റ് ലഭിക്കും. ഇന്ത്യക്ക് കാര്യങ്ങളിൽ എളുപ്പമാണ്. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഇന്ത്യയോട് പ്രതികാരം തീർക്കുകയാണെങ്കിൽ ഇപ്പം സൈഫ് പറഞ്ഞാൽ കളിച്ച് തോൽപ്പിക്കാനാവില്ല.
പക്ഷെ കളിച്ചിട്ടൊന്ന് കളിയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആധിപത്യം നേടിയിട്ടാണെങ്കിലും ഓക്കെ. ഇതിപ്പം വെറുതെ 2 പോയിന്റ് ഇന്ത്യ കൊടുക്കുക. ഇപ്പം കളിക്കാൻ വന്നില്ലെങ്കിൽ ഇന്ത്യക്ക് 2 പോയിന്റ് കിട്ടും, വേറെ ഒന്നും വരുന്നില്ലല്ലോ. പാകിസ്ഥാൻ പിന്നെ അതിന് പിന്നീട് പാകിസ്ഥാനെതിരെ നടപടി ഉണ്ടാവും, ICC നടപടി സ്വീകരിക്കുമോ, ലോകകപ്പിന് പിന്നെ ശേഷം നടപടി ഉണ്ടാകുമോ, പെനാൽറ്റി ഉണ്ടാകുമോ, അതൊക്കെ പിന്നത്തെ കാര്യമാണ്. ലോകകപ്പിനിടയിൽ ഇവർ കളിക്കാൻ വന്നില്ലെങ്കിൽ ആകെ അടക്കുന്ന സാധനം ഇന്ത്യക്ക് 2 പോയിന്റ്, വിലപ്പെട്ട 2 പോയിന്റ് ലഭിക്കും, ഇന്ത്യക്ക് കളിക്കാണ്ട് ലഭിക്കും. അപ്പോൾ പാകിസ്ഥാൻ ശരിക്കും ചെയ്യുന്ന പ്രതികാരം എന്താണ്? ഇന്ത്യക്ക് കളിച്ചിടത്ത് 2 പോയിന്റ് കളിക്കാനും കൊടുക്കുവാണ്. അത് ശരിക്കും പ്രതികാരമല്ലല്ലോ, എന്താണ് ഒരു പ്രതിഷേധമല്ലല്ലോ, വെറുതെ 2 പോയിന്റ് പേടിച്ചോട്, വേറെ ഒന്നും കാണുന്നില്ല. അല്ലെങ്കിൽ അല്ല, ഞാനിപ്പോ ആലോചിക്കുന്നത് ഇനിയിപ്പോ അവര് വിചാരിക്കേ പാകിസ്ഥാൻ മുന്നോട്ട് പോയി, അടുത്ത നമുക്കറിയില്ല എങ്ങനെയാണ് ഇതിന്റെ ഇത് നോക്കൌട്ട് മത്സരത്തിൽ ഇന്ത്യക്കെതിരെ മത്സരം വന്ന് അതുപോലെ തോറ്റിട്ട് ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ പോകും. ഇത് ഒക്കെ പറയുമ്പോ ഇങ്ങനെ ഒരു തീരുമാനം ഞാൻ പറയില്ലേ? അത് ഞാൻ ഇതല്ല ഏഷ്യ കപ്പ് ഞാൻ ഇത് പറഞ്ഞത്, പാകിസ്ഥാൻ അതാണ് നല്ലത്. ഇന്ത്യക്കെതിരെ കളിക്കാൻ നോക്കൌട്ട് സ്റ്റൈലായാലും കളിക്കുന്നില്ല, അന്ന് ഫൈനലാണ് കളിക്കുന്നില്ല പറഞ്ഞെന്തെങ്കിലും എന്താ പാകിസ്ഥാൻ നാട്ടിലെത്തുമ്പോൾ പറഞ്ഞ കയ്യടി ലഭിക്കും. പിന്നെ ഈ ഇതുപോലെ കളിയായി കാണാത്ത രാഷ്ട്രീയമായി കാണുന്ന ആൾക്കാർ അവിടെ ഉണ്ടാവുമല്ലോ, അവരുടെ നിന്ന് കൈയ്യടി ലഭിക്കും. ഇന്ത്യയുടെ മുമ്പ് ഇന്ത്യ കളിക്കാൻ വേണ്ടി ഇരുന്നില്ല, നമ്മൾ പിന്നെ അഭിമാനപൂർവ്വം തിരിച്ചു വന്നു, താരങ്ങൾ ധീരന്മാരെ തിരിച്ചു വന്നു പറയാൻ വേണ്ടി പറ്റും. ഇവർക്ക് ഇപ്പോഴും ചെയ്യുന്നത് നോക്കൌട്ട് റൗണ്ടിലെത്തിലും അതാണ് നല്ലത്. കാരണം ഇന്ത്യയോട് കളിച്ച് തോറ്റിട്ട് പോകുമ്പോൾ നാണക്കേടാണ് ഇന്ത്യയോട്. പണ്ടോട്ടേ അത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള നാലാമത്തെ ഒരു തോൽവി തോൽവി ഇല്ലാണ്ട് പോകുന്നതാണ് അവർക്ക് നല്ലത്. അപ്പൊ നോക്കൌട്ട് സ്റ്റേജിലെത്തിയാലും ഇപ്പൊ ഈ പറഞ്ഞ പോലെയാണെങ്കിൽ അവർ ഇന്ത്യക്കെതിരെ മത്സരം വന്ന് സെമിയിലാണെങ്കിൽ ചിലപ്പോൾ കളിക്കാൻ തന്നെ പോകേണ്ടത്, അതായിരിക്കും അവർക്ക് നല്ലത്. കാരണം നിലവിലെ പാകിസ്ഥാനെ സംബന്ധിച്ച് അതാണ് നല്ലത്. കളിച്ച് തോൽക്കുന്നതിനേക്കാൾ കളിക്കാണ്ട് പോയാൽ പറയാലോ, നമ്മൾ കളിക്കാൻ വേണ്ടി ഒന്നും ആവണ്ടില്ലെങ്കിൽ നമുക്ക് ഇപ്പം ഇന്ത്യ കപ്പടിക്കും, ഒരു 99.9% ഇന്ത്യ കപ്പടിക്കും. ആ കപ്പടിക്കുമെന്നാണ് ന്യൂസിലാൻഡ് ഇന്ത്യ കളിച്ചില്ലെങ്കിൽ, പാകിസ്ഥാൻ ഇന്ത്യ കളിച്ചില്ലെങ്കിൽ പറയാം നമ്മൾ കളിക്കാത്തതുകൊണ്ടാണ് ഇന്ത്യ പിന്നെ കയറിപ്പോയത്, അതുകൊണ്ടാണ് അവർ കപ്പടിച്ചത്. സൈഫ് അത് പറയുന്നുണ്ടല്ലോ, നമ്മൾ ചിലപ്പോൾ ഒരു കാലത്ത് ആരാധിച്ചിരുന്ന സൂപ്പർ താരങ്ങളായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയാം. അപ്പൊ ഏഷ്യ കപ്പിൽ 3 തോൽവി മാത്രമല്ല, ഈ സമീപകാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു വ്യത്യാസം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. പാകിസ്ഥാനെ ഒരു ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഈ കുറച്ച്, അതായത് 2024 ലോകകപ്പിന് ശേഷമൊക്കെ ആയിട്ട് പാകിസ്ഥാൻ ജയിച്ചിട്ടുള്ളത് കൂടുതലും ചെറിയ ചെറിയ രാജ്യങ്ങളുടെ അടുത്താണ്. ആ ചെറിയ രാജ്യങ്ങൾ, അതെ, സിംബാബ്വെ അല്ലെങ്കിൽ ബംഗ്ലാദേശ് പോലുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളെ വെച്ചിട്ടാണ്. പിന്നെ ഈ മറുവശത്ത് ഇന്ത്യയുടെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ക്വാളിറ്റി ആയിട്ടുള്ള എതിരാളികൾക്കെതിരെ നമ്മുടെ T20 ടീമിന്റെ ഒരു സ്കോർ 100-ൽ പറയുകയാണെങ്കിൽ ഒരു 90, 99, 95 പറയുകയാണെങ്കിൽ ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു പാസ്സാവേണ്ട മാർക്ക്, നമ്മൾ പറയാല്ലേ പാസ്സാവേണ്ട മാർക്ക് 24-30 അതുപോലും കിട്ടാത്ത അവസ്ഥയാണ്. അഭിഷേകനെ കണ്ടിട്ടൊന്ന് പേടിച്ച സമയത്താണ് ഇഷാൻ കിഷന്റെ സെഞ്ചുറി അടിച്ച് തിരിച്ചു വന്നത്. ഇനി ഇവന്റെ കൂടെ വാങ്ങാൻ കയ്യിലാച്ചിട്ടാണോ സംശയമുണ്ട്. അല്ല, തീർച്ചയായിട്ടും നമ്മളത് അതൊക്കെ അങ്ങനെ കാണേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് നോക്ക്, ഇപ്പൊ അവരെ സംബന്ധിച്ച് അവിടുത്തെ രാജ്യത്തെ ക്രിക്കറ്റിനെ അത് ബാധിക്കും, സാമ്പത്തികമായിട്ട് ബാധിക്കും. ഈ മത്സരം കളിച്ച് തോറ്റാലും ഇതിനേക്കാളും എന്താ പറയാ, അവര് കളിച്ച് തോറ്റു എന്ന് പറയാൻ പറ്റും. ഇതിൽ വേറെ സാധനം കൂടെ പിന്നെ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു പോവാണ്. ഇതിപ്പം വീഡിയോ കാണുമ്പോൾ അതിൽ ഒരു പാകിസ്ഥാനെ നമ്മൾ അപമാനിക്കുക അല്ലെങ്കിൽ പാകിസ്ഥാനെ കളിയാക്കിക്കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് പറയാൻ പറ്റും. പക്ഷെ അതിൽ 2 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തിനാണ് ഇന്ത്യക്കെതിരെ മത്സരം ബഹിഷ്കരിക്കുന്നത്? ഇന്ത്യയാണോ ബംഗ്ലാദേശിനെ പുറത്താക്കിയത്, അല്ലെങ്കിൽ ഇന്ത്യ എന്തെങ്കിലും പിന്നെ ഈ ശ്രീലങ്കയിൽ മത്സരം ഹൈബ്രിഡ് മോഡൽ, അത് 2 രാജ്യങ്ങളും തമ്മിൽ നേരത്തെയുള്ള തീരുമാനത്തിലാണ്. പാകിസ്ഥാൻ ഇല്ലല്ലോ, ബംഗ്ലാദേശ് ICC തമ്മിലുള്ള പ്രശ്നത്തിൽ പാകിസ്ഥാൻ ഇല്ല. അത് അത്രത്തോളം പേര് അടുപ്പുണ്ട്, നമ്മളെ കൂട്ടുകാരെ കൂട്ടിയില്ലാണ്ട് പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല അടുപ്പം. ഇത് ഏറ്റവും കൂടുതൽ സൈഫ് പറഞ്ഞത് ഒരു വസ്തുത. പക്ഷെ ഞാൻ പറയുന്നത് അതിന്റെ പിന്നാമ്പുറത്തൊരു കാര്യം, ഇവർ തമ്മിൽ നല്ല ബന്ധമുണ്ട്, അപ്പൊ ഇവരെ കൂട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ ബഹിഷ്കരിക്കുന്നു പറഞ്ഞു. അതും ഓക്കെ. പക്ഷെ അത് ഇന്ത്യയോട് എന്തിനു ചെയ്യുന്നില്ലാണ് വരുന്നത്, അതിലാണ് ഇതിന്റെ കളി കിടക്കുന്നത്. അത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. മറ്റു കാണുന്നത് നമ്മൾ കാണുന്നില്ല, നമ്മൾ മത്സരം വെച്ചാണ് നോക്കുന്നത്. മത്സരം വെച്ചിരിക്കുന്ന എന്തുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യക്കാർ കളിക്കാൻ നടക്കുമ്പോൾ ദേ കിടക്കുന്ന ഏഷ്യ കപ്പിൽ 3 തോൽവി, ഇനി ഒന്നും കൂടെ താങ്ങാൻ പറ്റില്ല. വേറെ കാരണം കാണാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കളിയെക്കുറിച്ച് സംസാരിക്കുന്നവർ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് കമന്റുകൾ മാത്രം പറയുന്നത്. അല്ല, ഞാൻ നോക്ക്, ഇപ്പൊ ബംഗ്ലാദേശിന് ഈ വേദി ICC മാറ്റി കൊടുത്തില്ല, അത് ICC ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അത് ICC ബംഗ്ലാദേശും തമ്മിലാണ് സംസാരിച്ച് എങ്ങനെയാണ് ഇനി വരും മുന്നോട്ടുള്ള ചർച്ചകൾ എങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ളത് അത് അവിടെയാണ് നടക്കേണ്ടത്. ഇപ്പൊ ഇവിടെ ശരിയാണ്, ഇന്ത്യക്ക് സാമ്പത്തികമായിട്ട് ഇന്ത്യക്ക് ഒരു ഇത് മേൽക്കോയി ഇതിൽ ഉള്ളതുകൊണ്ട്, ICC ഉള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും പല തീരുമാനങ്ങളും ഇന്ത്യക്ക് അനുകൂലമായിട്ട് ആ രീതിയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. പക്ഷെ അത് പറയുമ്പോൾ ഇവിടെ ഈ ഒരു തീരുമാനത്തിൽ ICC ആണ്. ICC എന്ന് പറയുന്നത് ആഗോളതലത്തിൽ ക്രിക്കറ്റിനെ ഇത് ചെയ്യുന്ന ഒരു എന്താ പറയുക ബോഡിയാണ്. അതിനെ നയിക്കുന്നത് ജയ്ഷെ ആയതുകൊണ്ട് മാത്രം അതങ്ങനെ പാകിസ്ഥാൻ ഇതിൽ ഇടപെടേണ്ട കാര്യം തീർച്ചയായിട്ടും ഇല്ല. അങ്ങനെയാണെങ്കിൽ നോക്കണം, നമ്മുടെ ഏഷ്യ കപ്പ് കളിക്കുന്ന സമയത്ത് നമുക്ക് നഖ്വിയാണ് പിന്നെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ തലവൻ. നമ്മൾ പാകിസ്ഥാനോട് കളിക്കുന്നില്ല, അത് അത്രയും വിവാദം, രാഷ്ട്രീയപരമായ വിവാദം നമ്മൾ കളിക്കാന്നില്ലല്ലോ.
അന്നും അയാൾ അല്ല അന്ന് കളിച്ചിട്ട് അയാൾ കപ്പെടുത്ത് ഓടി. ആ ഒരു സാഹചര്യം മുന്നിൽ കണ്ടിട്ട് നമ്മൾ കളത്തിലിറങ്ങിയ കളിച്ച് തോൽപ്പിക്കുക. അത് സൂര്യകുമാർ യാദവ് സംഘത്തിൽ 3 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇനിയും അവർ കിട്ടിയ ഉറപ്പാണ് അഭിഷേകിന്റെ ബാറ്റിന്റെ ചൂടറിയും. ഇനിയിപ്പോ സമീപകാലത്തുള്ള ഇവരുടെ താരങ്ങളുടെ പെർഫോമൻസ് തന്നെ നോക്ക്. പാകിസ്ഥാന്റെ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര ഈ രീതിയിൽ ന്യൂസിലാൻഡിനെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. തുടർച്ചയായി കൂറ്റൻ സ്കോറുകൾ നേടുന്ന ഒരു ഇന്ത്യൻ ടീമും മറുവശത്ത് അത്രക്ക് ആ ഒരു തരത്തില് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റാത്ത ഇപ്പൊ ബാബർ അസം, മുഹമ്മദ് റിസ്വാനൊക്കെ നമുക്കറിയാം ബിഗ് ബാഷിലൊക്കെ പോയിട്ട് ഒരു ശരാശരിയിലും താഴെയുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പോയതുകൊണ്ട് ഈ പുള്ളിയുടെ എന്താണ് അവസ്ഥ എന്നുള്ളത് മൊത്തത്തിൽ അയാൾക്കറിയായിരുന്നല്ലോ, അയാൾ അതുകൊണ്ട് പോകേണ്ടിയിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാണ്. അവിടെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് അത് വരുന്നത്. അതെ തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഓൾറെഡി ആഭ്യന്തര ക്രിക്കറ്റ് എല്ലാം തകർന്നു കിടക്കുന്നത് നമുക്കറിയാം. പാകിസ്ഥാനിലെ ക്രിക്കറ്റിന്റെ കുറച്ചു കാലമായിട്ടുള്ള അവസ്ഥ വളരെ ദയനീയമാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ലോകകപ്പ് പോലത്തെ ഒരു ടൂർണമെന്റിന് വരുന്ന സമയത്ത് ഇന്ത്യയും ഈ സ്വാഭാവികമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും ഒരു മത്സരം കളിക്കുക എന്ന് പറയുമ്പോൾ അതിന് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് വശങ്ങളുണ്ട്. കാരണം ICCനെ സംബന്ധിച്ച് പിന്നെ ഇപ്പോ ഇന്ത്യക്ക് BCCIക്ക് എന്തെങ്കിലും നഷ്ടം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള വഴികളിലൂടെ IPL മറ്റൊക്കെ നടത്തിയിട്ട് ആ ഒരു ലാഭം നികത്താൻ പറ്റും. പക്ഷെ ആ ഒരു സാഹചര്യം അല്ല പാകിസ്ഥാനുള്ളത്. ICC അതുകൊണ്ട് തന്നെയാണ് ആ മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളത്. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിയണം. ഈ അതായത് ഗവൺമെന്റിന്റെ നീക്കമാണ്. ഗവൺമെന്റ് ഇങ്ങനെ PCBനെ ഇത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഒഫീഷ്യലി വന്നതോടുകൂടി അതാണ് ICC പ്രതികരിച്ചിട്ടുള്ളത്. ICC പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാന്റെ മുന്നോട്ടുള്ള പാകിസ്ഥാനിലെ ക്രിക്കറ്റിന്റെ അതെ PCB അറിയിക്കും. PCB ഇതില് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കണം എന്നാണ് ICCയുടെ മുന്നറിയിപ്പ്. അങ്ങനെ സ്വീകരിക്കാത്ത പക്ഷെ അത് സ്വീകരിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം സർക്കാരിനെ ഇതാക്കിയിട്ട് അല്ല ഇനിയിപ്പോ അങ്ങനെ ഇത് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ബഹിഷ്കരിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ഒരു തോൽവി പേടിച്ചിട്ടാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയേണ്ടി വരും. അതിലേക്ക് അതിൽ നയിക്കുന്ന ഒരുപാട് കാരണങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഒറ്റ കാരണമില്ല, ഒരുപാട് കാരണമല്ല. വീണ്ടും നമ്മുടെ ടീം പോയിട്ട് നാളെ പോകണ്ട, അതുകൊണ്ട് കളിക്കണ്ട എന്നുള്ള തീരുമാനം. തീർച്ചയായിട്ടും എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് അത് നടപ്പാക്കുന്നത് എന്നുള്ളത്. എന്തായാലും ആ മത്സരം അവർ വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് 2 പോയിന്റ് കിട്ടും. പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ അത് വേറെ വിഷയമാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തില് പാകിസ്ഥാന്റെ ഒരു മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായും.